ഹിന്ദു ഐക്യവേദിയുടെ നേതാവായിട്ടുള്ള RV ബാബുവിനെതിരെ കേസ്. അദ്ദേഹം ഒരു വിമർശനം ഉന്നയിച്ചു. അതായത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇതിന്റെ ബ്രാൻഡ് അംബാസഡർമാരായി തൂഫാൻ എന്ന് പറയുന്ന ലഹരിക്കെതിരെയുള്ള ആ പ്രതിരോധത്തിന്റെ ആ ഒരു പദ്ധതിയുടെ, കേരള പോലീസിന്റെ പദ്ധതിയുടെ അംബാസഡർമാരായി സമസ്തയുടെ നേതാക്കളെ ചെന്ന് കണ്ട് അവരുടെ ആശീർവാദം വാങ്ങിച്ചു. അവരെ കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യിച്ചു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വലിയൊരു വിമർശനം ഉന്നയിച്ചു. അത് അവരുടെ ആ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതൽ ഈ മയക്കുമരുന്നിന് അടിമകളാകുന്നു, അതിന്റെ വിതരണത്തിനും ഉള്ളത്. അതുകൊണ്ട് അവരെ തന്നെ അതിന് തെരഞ്ഞെടുത്തത് ഉചിതമായി എന്നുള്ള പരിഹാസ രൂപേണ അദ്ദേഹം ഒരു വാക്യം പറയുകയുണ്ടായി. ഇന്ന് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു. ഈ കേസെടുത്ത നോൺ ബെയിലബിൾ ആണ്, ജാമ്യം കിട്ടാത്ത വകുപ്പ് പ്രകാരം മതസ്പർദ്ധ ഉണ്ടാക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് അത്തരം ഒരു കേസ്? അങ്ങനെ അതിൽ വല്ല സാങ്കത്യമുണ്ടോ? അങ്ങനെ കേസെടുക്കേണ്ട കാര്യമുണ്ടോ? അത് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഇത് നാടിനെ സംബന്ധിക്കുന്ന, നമ്മുടെ നാടിന്റെ ഭാവി പ്രതീക്ഷകളെ സംബന്ധിക്കുന്ന, പുതിയ തലമുറയുടെ ഭാവിയെ പരിഗണിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഭാവിക്ക് വേണ്ട ചില കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് മുഴുവൻ വീഡിയോയും കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. RV ബാബു പറഞ്ഞ ആ വാക്യത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണോ ഈ കൂടുതൽ ഈ കേസുകളിൽ കൊടുക്കുന്നത്? നമ്മൾ നിരന്തരമുള്ള പത്രവാർത്തകളും നമ്മുടെ എക്സൈസ് വിഭാഗത്തിന്റെയും മറ്റും പോലീസ് വിഭാഗത്തിന്റെയും മറ്റും റിപ്പോർട്ടുകളും പരിശോധിച്ചാൽ അതിൽ ചില കഴമ്പുണ്ട് എന്ന് പറയാൻ കഴിയും. പക്ഷെ എന്തുകൊണ്ടാണ്, ഞാൻ അവരെ ഇരകളെന്നാണ് പറയുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ ഇവർക്ക് ഇത്തരം ആളുകൾ തന്നെ ഭൂരിപക്ഷവും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇതിന്റെ ഈ വിതരണത്തിലും മറ്റും അറസ്റ്റ് ചെയ്യപ്പെടുന്നു, അവരിൽ നിന്ന് ഇത്തരം മയക്കുമരുന്ന് പിടിക്കപ്പെടുന്നു? അതിൽ വലിയൊരു ചരിത്രപരമായ കാരണമുണ്ട്, ചരിത്രപരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു കാരണമുണ്ട്. ആ കാരണം തേടുകയാണ് ഈ വീഡിയോയിലൂടെ. നോക്കൂ, ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഇല്ലെങ്കിൽ OPM, അങ്ങനെയുള്ള MDMA, ഇങ്ങനെയുള്ള ഈ സിന്തറ്റിക് ഡ്രഗ്സും പിന്നെ OPM പോലുള്ള പരമ്പരാഗതമായിട്ടുള്ള കഞ്ചാവ്, അങ്ങനെയുള്ള ഈ കാര്യങ്ങൾ ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും വിതരണം ചെയ്യപ്പെടുന്നതും ലോകത്തിലെ 2 പ്രദേശങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിൽ ഒന്ന് ഗോൾഡൻ ട്രയാങ്കിൾ ആണ്. ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നോക്കൂ, ലാവോയിലൻഡ്, അതുപോലെ മ്യാൻമർ, അതുപോലെ ലാവോസ് തുടങ്ങിയ ആ പ്രദേശങ്ങളിലാണ് ആ പ്രദേശങ്ങൾക്ക് പൊതുവെ പറയുന്ന ഒരു പേരാണ് ഗോൾഡൻ ട്രയാങ്കിൾ എന്ന്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപാദന കേന്ദ്രം ഈ ഗോൾഡൻ ട്രയാങ്കിൾ ആണ്. ഭാരതത്തിന്റെ ഭാഗ്യവശാൽ അവരുടെ മാർക്കറ്റിംഗ് പ്രദേശം, ഇല്ലെങ്കിൽ അവരുടെ മാർക്കറ്റ് ഇന്ത്യയെ അല്ല അവർ മാർക്കറ്റായിട്ട് ഈ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്ന ചൈനയുടെ സഹായത്തോടു കൂടി ഉൽപാദനം നടക്കുന്ന നമ്മുടെ തായ്ലൻഡും ലാവോസും മ്യാൻമറും അടക്കമുള്ള പ്രദേശം ഇന്ത്യയെ കൃത്യമായി അവർ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഇന്ത്യയുടെ ഭാഗ്യം. എന്നാൽ മറിച്ച് മറ്റൊരു പ്രദേശമുണ്ട്, അതിനോട് കിടപിടിച്ച് നിൽക്കുന്ന ലോകത്തെ 2ാമത്തെ പ്രദേശമാണ്. നോക്കൂ, കൊളംബിയ പോലെ തന്നെയുള്ള ഒരു പ്രദേശമാണ്, നമ്മളെ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ക്രസന്റ് ട്രയാങ്കിൾ. ക്രസന്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് തജിക്കിസ്ഥാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ എന്ന് പറയുന്ന അതിന്റെ അതിർത്തി പ്രദേശങ്ങൾ അടങ്ങുന്ന ഒരു പ്രദേശമാണ്. ഈ തജിക്കിസ്ഥാന്റെ പ്രധാന മാർക്കറ്റ് എന്ന് പറയുന്നത് ഭാരതം അടങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ്. നമ്മുടെ പഞ്ചാബ്, നമുക്കറിയാം, നമ്മുടെ പഞ്ചാബ് പ്രദേശത്തെ വലിയൊരു ശതമാനം യുവാക്കളെ ഇവർക്ക് മയക്കുമരുന്നിന് അടിമകളാക്കാൻ കഴിഞ്ഞു. എങ്ങനെയാണ് അത് സാധിച്ചത്? പാകിസ്ഥാനോട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് തജിക്കിസ്ഥാൻ, നമ്മുടെ പഞ്ചാബ്. ഈ പഞ്ചാബ് 80% ചെറുപ്പക്കാരും യുവാക്കളും ഈ മയക്കുമരുന്നിന് അടിമകളായി. അവരുടെ മറ്റൊരു ലക്ഷ്യം കേരളമായിരുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഭീകര പ്രവർത്തനങ്ങൾ ഒരു കാലഘട്ടത്തിൽ 2018 നോട്ട് നിരോധനം വരുന്ന സമയത്ത് പാകിസ്ഥാന്റെ സാമ്പത്തിക അവസ്ഥ അതിനുശേഷമാണ് കൃത്യമായിട്ട് ഇല്ലാതായത്. നമുക്കറിയാം, ഡീലാറു എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനിയായിരുന്നു ഇന്ത്യക്ക് കൃത്യമായിട്ട് നോട്ടടിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ നൽകിയിരുന്നത്, പേപ്പർ അടക്കമുള്ളത് നൽകിയിരുന്നത്. പിന്നീട് നമുക്കത് വളരെ സങ്കടത്തോടു കൂടി ഭയപ്പെടുത്തുന്ന രീതിയിൽ കണ്ടെത്താൻ കഴിഞ്ഞു. ഇതേ കമ്പനി പാകിസ്ഥാനും ഇതേ പേപ്പർ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ 4%, അതായത് 3000-ൽ പരം കോടി രൂപ ഒരു കാലഘട്ടത്തിൽ ഈ ഫേക്ക് നോട്ടിൽ, പാകിസ്ഥാനിൽ നിന്ന് അച്ചടിച്ച ഫേക്ക് നോട്ടുകളിൽ ഇന്ത്യയിൽ ഇറങ്ങിയിരുന്നു. അതായത് 100-ൽ 5ഓളം, 100 നോട്ടിൽ ഉള്ളപ്പോൾ അതിൽ 5 എണ്ണം പാകിസ്ഥാൻ ഫേക്ക് കറൻസി ആയിരുന്നു എന്നതാണ് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിരുന്നത് ഇന്ത്യയിൽ.
അത് 2018 ഡിമോണിറ്റൈസേഷന് ശേഷം ഇല്ലാതായി. നോട്ട് നിരോധനത്തിന് ശേഷം അവർക്ക് ആ അവസ്ഥ ഇല്ലാതായി. സാമ്പത്തികമായി അവർ തകർന്നു. അവർ ഒരു വരുമാന മാർഗം ഇല്ലാതായി. നമുക്ക് ഒരു കണ്ടെയ്നർ നോട്ട്, കൊച്ചിയിൽ വന്നിറങ്ങിയ ഒരു കണ്ടെയ്നർ നോട്ടിനെ കുറിച്ച് പല രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞിരുന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, പഴയകാല ആളുകൾക്ക് ഓർമ്മയുണ്ടാകും. ഒരു കാലഘട്ടത്തിൽ ഓരോ മലയാളിയുടെയും വീടിന് മുമ്പിൽ രാവിലെ തന്നെ വന്നു നിന്നുകൊണ്ട് നിങ്ങളുടെ സ്ഥലം വിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള ഭയപ്പെടുത്തുന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം. ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുന്നു. അത്തരം ഒരവസ്ഥയിൽ നിന്ന് ഡിമോണിറ്റൈസേഷന് ശേഷം, നോട്ട് നിരോധനത്തിന് ശേഷം അത്തരം ഒരു സാമ്പത്തിക സ്ഥിതി ഇത്തരം ആളുകൾക്ക് ഇല്ലാതായി. അവരുടെ അടുത്ത ഒരു ശ്രമമായിരുന്നു, നമുക്കറിയാം, നോക്കൂ, മലദ്വാരത്തിലൂടെ സ്വർണം കടത്തി കൊണ്ടുവരാൻ ശ്രമിച്ചു. അതും കൃത്യമായിട്ട് ഏജൻസികൾ, കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ തടഞ്ഞു. ഇന്ന് ഓരോ ദിവസവും നമ്മൾക്ക് കേൾക്കാം ഇത് പിടിക്കപ്പെട്ടു എന്ന്. ഇന്നത് കുറഞ്ഞു വരുന്നു. ആ മാർഗവും ഇല്ലാതായി. പിന്നെ ഇത്തരം ആളുകൾക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമായിരുന്നു ഈ മയക്കുമരുന്ന്. അവർക്ക് ഈ ക്രസന്റ് ട്രയാങ്കിളിൽ ഉൽപ്പാദിപ്പിക്കുന്ന മയക്കുമരുന്നുകൾ അവർക്ക് ആരെയാണോ ഏറ്റവും അധികം സ്വാധീനിക്കാൻ കഴിയുക ആ ആളുകളിലൂടെ ഇവിടെ വിതരണം നടത്താൻ ശ്രമിച്ചു. സ്വാഭാവികമായും പാകിസ്ഥാനാണ് അതിന്റെ വിതരണം ഈ ഭാഗത്ത് ഏറ്റെടുത്ത്, ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ഏറ്റെടുക്കുന്നത്. പാകിസ്ഥാൻ സ്വാധീനിക്കാൻ കഴിയുന്നത് ഈ ഇന്ത്യ വിരുദ്ധ ശക്തികളായിട്ടുള്ള ജിഹാദി ഗ്രൂപ്പുകളെയാണ്, അല്ലെങ്കിൽ ഭീകരവാദ സംഘടനകളെയാണ്. NDF, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ ഇതിൽ ഉപയോഗിച്ചിരുന്നു, പരസ്യമായല്ലെങ്കിലും. പക്ഷെ ഒരു കാലഘട്ടത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ട് പോലെ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ മറ്റുള്ള ആളുകളെ നശിപ്പിക്കാൻ ഇത് ഉപയോഗിക്കാമെന്ന് കരുതി. പക്ഷെ ആ ഒരു സമൂഹം പതുക്കെ ഇരകളായി മാറുകയായിരുന്നു. അവരെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ തകർക്കാമെന്ന് ഈ ഭീകരവാദ സംഘടനകൾ കരുതിയിരുന്നെങ്കിൽ സ്വയം ആ സമൂഹത്തിലെ വലിയൊരു സമൂഹം ഇതിന് അഡിക്റ്റ് ആയി പോവുകയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ മത പണ്ഡിതന്മാർ ഇതിനെതിരെ നിലപാടെടുക്കുന്നത്. അത് പറയുന്നത് അതുകൊണ്ട് അടച്ചാക്ഷേപിക്കാൻ, ആ മതവിഭാഗത്തെ ആക്ഷേപിക്കാൻ കഴിയില്ല. കാരണം ഇവിടുന്ന് കേരളത്തിൽ നിന്ന് തന്നെ സമസ്തയുടെ ആയിക്കോട്ടെ, APEK ഇത്തരം വിഭാഗങ്ങളൊക്കെ അവിടെ പോയിട്ട് അവരിതിന് അനുകൂലമായി നിലപാടെടുക്കുന്നു എന്നല്ല, അവരൊക്കെ ഇതിന് എല്ലാ കാലത്തും എതിരാണ്. അവരവിടെ പോയി അവിടെ സൗദിയിലെ ഏതെങ്കിലും മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, സമ്പാദ്യങ്ങൾ ഇല്ലെങ്കിൽ അവിടെ നിന്നുള്ള സംഭാവനകൾ സ്വീകരിക്കുന്നു, ഇവിടെ കൊണ്ടുവന്ന് മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതോടൊപ്പം ഒത്തിരി പുണ്യപ്രവർത്തനങ്ങളും ചെയ്യുന്നു. അവരൊന്നും ഇതിന് പിറകിലില്ല. സാധാരണ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആരും ഇതിന് പിറകിലില്ല. അവരുടെ നിഷ്കളങ്കതയെ ഇതോട് കൂട്ടി വായിക്കുന്നത് തെറ്റാണെന്ന് തന്നെ ഞാൻ പറയട്ടെ. പക്ഷേ കൃത്യമായിട്ട് ആ സമൂഹത്തെ ഉപയോഗിക്കുന്ന ഒരു നെറികെട്ട നികൃഷ്ട ജന്മങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. അവർ ഉദ്ദേശിച്ചത് ഇവരെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ തകർക്കാമെന്നാണ്. പക്ഷെ സ്വയം കുഴിയിലേക്ക് വീഴുന്നത് പോലെ ആ സമൂഹം തന്നെയായി ഏറ്റവും വലിയ ഇതിന്റെ ഇരകൾ. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് തകർക്കാൻ ഇവിടുത്തെ കേവലം ഈ പണ്ഡിതന്മാരെ, ഞാൻ പറഞ്ഞല്ലോ, അവിടെ വല്ല അറബിയെയും കണ്ട് സംഭാവനയും സ്വീകരിച്ചുകൊണ്ട് ഇവിടെ മതപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഇതിനെ തടയാൻ കഴിയില്ല. ഇത് വലിയൊരു ക്യാൻവാസിൽ കാണേണ്ടതാണ്. ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അത് കൃത്യമായിട്ട് നമ്മളെ രഹസ്യാന്വേഷണ ഏജൻസികളുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്, കേന്ദ്ര ഏജൻസികളുമായി പോലും സഹകരിച്ചുകൊണ്ട് ചെയ്യണം. ഈ തൂഫാൻ വിജയിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം ആവശ്യമാണ്. കാരണം ഇത് വലിയ ഒരു ശക്തി ഇതിന് പിറകിലുണ്ട്. ഈ തലയെക്കെട്ട് നടത്തി ഇവിടെയുള്ള മൗലൂദ് നടത്തി നടക്കുന്ന പാവം മൗലവിമാർക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. മറിച്ച് കൃത്യമായിട്ടുള്ള നമ്മുടെ ഏജൻസികളും സർക്കാരും, ഇരു സർക്കാരുകളും ഒരുപോലെ പൊതുജനങ്ങളോട് സഹകരണത്തോടുകൂടി ഈ ഭീകരവാദ പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കുന്ന മയക്കുമരുന്നിന്റെ വേരുകൾ കണ്ടെത്തി അത് വേരോടെ നശിപ്പിക്കണം. എങ്കിലേ പുതിയ തലമുറയെ രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിലെ കാര്യം. അല്ലാതെ നോക്കൂ, കതിരിൽ വളം വെക്കുന്നത് ശരിയല്ല. ഇപ്പോൾ ഇതിന്റെ വേര് കണ്ടെത്തി, ഇതിന്റെ മൂലമാർഗം കണ്ടെത്തി, ഇതിന്റെ തുടക്കം എവിടെയാണോ കണ്ടെത്തി, അത് എവിടെ നിന്ന് വരുന്നു എന്ന് കണ്ടെത്തി അതില്ലായ്മ ചെയ്യാൻ സാധിക്കണം. അത് കേരള സർക്കാരിന് മാത്രം സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഗൗരവത്തിൽ ഇതിൽ കാണണം എന്ന് ഈ വിഷയം കാണണം. ഇതൊരു സമൂഹത്തിന്റെ, ഒരു ജനതയുടെ പ്രതീക്ഷകളായ യുവ തലമുറയെ നശിപ്പിക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് ഇത് വളരെ ഗൗരവതരമായി സമൂഹവും കാണണം എന്നുള്ള അഭ്യർത്ഥന കൂടി നടത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.